ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മുടെ പല ഫ്രണ്ട്സും എന്താ പറയുക മലയാളി ഫ്രണ്ട്സും കോയമ്പത്തൂർ പോയി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്റ്റേയും ഫുഡും. അപ്പോൾ ആദ്യമായിട്ട് പോണ കോയമ്പത്തൂർ ഫ്രണ്ട്സിന് പറയാണ്, കോയമ്പത്തൂർക്ക് പോകുമ്പോൾ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള സ്റ്റേസ് കിട്ടും, പക്ഷേ ഫുഡ് കിട്ടാറില്ല. പക്ഷേ ഫുഡ് കിട്ടിയില്ലെങ്കിലും എന്താ പറയുക നമ്മൾ അങ്ങനെ എന്താ പറയുക ഒരു സ്റ്റേ വിത്ത് ഫുഡ് ഓപ്ഷൻ എടുക്കുന്നതിന് പകരം നമുക്ക് സ്റ്റേ എടുത്തിട്ട് റീസണബിൾ ആയിട്ടുള്ള സ്റ്റേ എടുത്തിട്ട് അതിനടുത്ത് മെസ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അവിടെ ഫുൾ മെസ്സ് സിസ്റ്റമാണ്. മെസ്സ് സിസ്റ്റം അതായത് മെസ്സ് സെപ്പറേറ്റ് ആയിരിക്കും, ഹോസ്റ്റൽ സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ഹോസ്റ്റൽ അഫോർഡബിൾ എടുത്തിട്ട് മെസ്സ് നമുക്ക് വേണ്ട സമയത്ത് അപ്പം പേ ചെയ്ത് കഴിക്കുന്നതായിരിക്കും ബെറ്റർ ആയിരിക്കുക. ഞങ്ങളൊക്കെ കോയമ്പത്തൂർ സമയത്ത് അപ്പം പേ ചെയ്തുള്ള മെസ്സും സ്റ്റേ ഹോസ്റ്റലിൽ എടുക്കുക. ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക സ്റ്റേ എടുക്കുമ്പോൾ മെസ്സിൻ്റെ കൂടെ മെസ്സ് അടുത്തുള്ള മെസ്സ് നോക്കിയിട്ട് നോക്കുക. അതായത് ഹോസ്റ്റലിൽ നിന്ന് ഒരു 4-5 ഹോസ്റ്റലിന് ഒരു മെസ്സ് എന്നുള്ള രീതിക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടുത്തുള്ള മെസ്സിന് നല്ല ഫുഡാണെന്ന് നോക്കിയിട്ട് റീസണബിൾ ആയിട്ടൊരു സ്റ്റേ എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നല്ല സ്റ്റേ എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജഗന്നാഥ് നഗർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത്, ഇപ്പോൾ ടൈഡൽ പാർക്ക്, പീലമേട്, എയർപോർട്ട് റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജഗന്നാഥ് നഗർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നല്ല സ്റ്റേസ് കിട്ടും. അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മെയിൻ അവിനാശി റോഡിൻ്റെ ഉള്ളിലാണ് ഡോക്ടർ ജഗന്നാഥ് നഗർ കോയമ്പത്തൂരൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ നോക്കാം. അവിടെയൊക്കെ റീസണബിൾ സ്റ്റേസ് ആണ്. ഇപ്പോൾ മെയിൻ ടൗണിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ജഗന്നാഥ് നഗർ, അവിനാശി റോഡൊക്കെ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറഞ്ഞ ഏരിയാസാണ്. അപ്പോൾ നമ്മൾ ഫുഡ് തന്നെ ഉള്ള ഹോസ്റ്റൽ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് മെസ്സ് അടുത്തുണ്ടായാൽ മതി. 5-6 ഹോസ്റ്റലിന് ഒരു മെസ്സ് എന്നുള്ള രീതിക്കാണ് കോയമ്പത്തൂർ ഫുഡ്. പിന്നെ ഫുഡിൻ്റെ കോസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ LPGയുടെ ക്രൈസിസ് കാരണം കൊണ്ട് കുറച്ച് കൂടുതലാണെന്ന് അറിയില്ല. എന്നാലും എന്താ പറയുക ഒരു സ്റ്റേ ഉള്ള 3 നേരം ഫുഡ് കിട്ടുന്ന PGs നല്ല ചാർജ് ചെയ്യാറുള്ളത്. കമ്പാരിറ്റീവ്ലി മെസ്സും സ്റ്റേയും ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ പ്രൈസ് കുറവാണ്. പിന്നെ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ നാട്ടിൽ പോവുകയാണെങ്കിൽ ആ പ്രൈസും നമുക്ക് ലാഭിക്കാൻ പറ്റും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ. അപ്പോൾ നോക്കിയൊക്കെ ചെയ്യാം. താങ്ക് യു.